എല്ലാ സ്റ്റൈലും പാട്ടുകൾ വരുന്നുണ്ട് അല്ലേ? അതാണല്ലോ ഒരു കൂടലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനോഹരമായ 2 പ്രണയഗാനങ്ങൾ. അതിലൊന്ന് ഒരെണ്ണം പാടിയിട്ടുള്ളത് നമ്മുടെ നജീം അർഷാദ് ആണ് പാടിയിട്ടുള്ളത്, ഒരെണ്ണം യാസിൻ നിസാറാണ് പാടിയിട്ടുള്ളത്. ആ പ്രണയഗാനം ഒന്ന് നമുക്ക് 2 ലൈൻ പാടാൻ. നജീമിന്റെ മറ്റേതായാലും കുഴപ്പമില്ല, ഏതായാലും ഒരെണ്ണം 2 പേര്. ചിരിയുള്ള കവിൾ പല്ലവി കണ്ണേ നിനക്ക് തീരത്ത് തൊട്ടേ ഉള്ളിൽ തൊട്ടേ എന്റെ ദൂരത്ത്. റാപ്പ്, നാടൻ പാട്ട്. നമ്മള് സിനിമയ്ക്ക് പോയപ്പോ ഭയങ്കര രസമായിട്ട് ഇത്രയും പാട്ടുകൾ. ചേട്ടാ ഈ പാട്ടിലൂടെ യാത്ര എന്ന് പറയുന്നത് കറക്റ്റാ. നമ്മളെ ഫസ്റ്റ് ഹാഫ് ഏരിയയിൽ ഇങ്ങനെ നമ്മളെ പാട്ടാണ് ഈ സിനിമ. പിന്നെ ഒരു ഫീമെയിൽ റാപ്പ് ഉണ്ട്, ഇന്ദുലേഖ വാര്യർ പാടി. അത് ഇപ്പം ഇവിടെ നമുക്ക് മരീനെ കൊണ്ട് പഠിക്കാം. അല്ല മറീനെ കൊണ്ട് പാടില്ല. അല്ല മരീന റാപ്പൊന്നും ഇപ്പൊ ഇതിലെ റാപ്പൊന്നും വയ്ക്കാം. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ പടത്തിലെ പാട്ട് കഴിഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഓഡിയോ വന്നിട്ട് പിടിക്കാം. ഒരാളെ സെക്ഷൻ പിടിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു 2 പേര് വെച്ച് പാടിയാ നമ്മളത് ഫുൾ. അല്ല അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കൊരു നല്ലൊരു നാടൻ പാട്ട് ഒരു നല്ല പാടിയല്ലോ. ഇല്ല അതിലേക്ക് ഇടയ്ക്ക് വേറെ പോയി നമ്മള്. ഇല്ല മറ്റേത് പാടിയില്ലേ? പോയായിരുന്നു ഞാനത്. നോക്കാം ഹിന്ദി അപ്പൊ ആർക്കും മനസ്സിലാവല്ലോ, കുഴപ്പമില്ലൊന്നും. അറിയുന്ന പാട്ട് പാടും. അവള് ഹിന്ദിയിലാണ് പറഞ്ഞത്, പണിത ഉദ്ദേശിക്കുന്നത്. കിട്ടിയ പണിയൊന്നും പോരാ, അവർക്ക് ചോദിച്ചു മേടിക്കാം. പിന്നെ ഹിന്ദി ഭാഷ എടുത്തിരുന്നിട്ട് തെറ്റിയ പ്രശ്നം. ഞങ്ങള് പുറകെ വന്നോളാം, ഞാൻ കൂടിക്കോളാം. അല്ല ഇതിപ്പോ ഇങ്ങനെ ഞാനിപ്പോ ഇത് നോക്കണ്ടേ, ഇതിങ്ങനെ പൊത്തിപ്പിടിച്ച് അടിച്ചാൽ മതി അല്ലേ? അപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് മതി. ഞാൻ നോക്കിയപ്പോഴേ ഇതെല്ലാം വരുന്നത് ഇവിടെ ഇങ്ങനെ പൊത്തിയുടെ അടി പല സൗണ്ടും വരുന്നുണ്ട്. ചേട്ടാ പുറമേ നിന്ന് കാണുന്നവർക്ക് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. പക്ഷെ ഞാൻ പറയുന്നു അല്ലേ, ലുക്കില്ലാന്നുള്ളൂ. എന്താ ലുക്കിന് കുറവ്? ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ല പുള്ളിയുടെ ഞാൻ കണ്ട ഞങ്ങള് 10-12 വർഷമായിട്ടുള്ള പരിചയമാണ്. പുള്ളിയുടെ ഇൻസ്ട്രുമെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ വീട്ടിലെ ഈ സിസ്റ്റം വെക്കുന്ന ടേബിള് വെച്ചിട്ട് മുപ്പര് റിതം പിടിക്കും. അതുപോലെ കുട്ടികൾ കളിക്കുന്ന ഈ കിലുക്കെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ പൂരപ്പറമ്പ് അങ്ങനെ അതൊക്കെ ഉപയോഗിക്കും. ഒരു തബലയ്ക്ക് വേണ്ടി പറയുമ്പോ ഒരു ഷെയ്ക്കർ അടിക്കണം. അപ്പൊ സാധാരണ എല്ലാരും ഷെയ്ക്കറൊക്കെ. ഞാൻ എന്റെ പാർക്കുട്ടിന്റെ മോള് മഹാലക്ഷ്മിയുടെ ചെറിയതുണ്ട്, ഈ ചെറിയ കളിപ്പാത്രം, അതുകൊണ്ട് തന്നെ വാതിലടിച്ചിട്ടോ കൊച്ചു പുറത്തുനിന്ന് കരയണത് പാട്ടില്ല.
അതല്ല വല്ലഭന് പുല്ലുമായതെന്ന് പറഞ്ഞ പോലെ. പക്ഷേ നിങ്ങള് പുള്ളി മാത്രല്ല ഇങ്ങനെ ഇപ്പൊ റഹ്മാൻ സാറൊക്കെ ഏത് പാട്ടിലാണെന്ന് അറിയില്ല, ഏതൊരു പാട്ടില് ചീപ്പില്ലേ, ചീപ്പിന്റെ ഇങ്ങനെ ഒരു ലെയർ വെച്ചിട്ട് ഏത് പാട്ടായിട്ടാ റഹ്മാൻ സാറിന്റെ ഒരു പാട്ടിലുണ്ടത്, ഒരു ചീപ്പിന്റെ ഒരു ലെയർ ഇങ്ങനെ നമ്മള് നോർമൽ ചീപ്പില്ലേ ഇങ്ങനെ വലിക്കുമ്പോ കിട്ടുന്ന ഒരു മ്യൂസിക്കില്ലേ, നമ്മളെ പടത്തിൽ സ്കോറിലൊക്കെ കേക്കാം അങ്ങനെ സ്കോർ ചീപ്പാ വരുന്നത്, സ്കോർ ചീപ്പാവും. ഒച്ച നല്ല നെറ്റിലുണ്ടാവും. ഇതില് ബാക്ക്ഗ്രൗണ്ട് സ്കൂളിൽ ഈ ചിരിയുടെ എന്തൊക്കെ ഇട്ടിട്ടുണ്ടോ? അത് മ്യൂസിക് ആയിട്ടാ വരുന്നത്. അത് വേറൊരു വർക്ക്. പുരാണ നാടകമല്ലേ, അസുരന്മാരോ. അല്ല ഇത് ചിരി ഭയങ്കര കേട്ടോ. ഈ ടാലന്റും ചില ആളുകൾക്ക് ടാലന്റും അവരുടെ ക്യാരക്ടറും തമ്മിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഇപ്പൊ നമുക്ക് ബേസിലിന്റെ സംസാരവും രീതിയൊക്കെ നമ്മൾ ഇത്രയും വലിയ ഡയറക്ടറാണ്, ഇത്രയും നല്ലത്, അങ്ങനെ നമുക്ക് രണ്ടും രണ്ടായിട്ട് കിടക്കും. അതേപോലത്തെ ഒരു അതുപോലെ ചിരിയും ബേസിലും ചിരിയും ഈ ചിരിയും മാർക്കറ്റിലുള്ളതാണ്. അത് രണ്ടും കറക്റ്റാണ് പറഞ്ഞത്. എനിക്ക് നമുക്ക് വേറെ മലയാളം പാട്ടുകൾ നമുക്ക് ആളുകൾക്ക് ആഴത്തിൽ ഒത്തിരി കണ്ണുനീര് വരുന്ന സോങ്ങുകൾക്ക് ഒത്തിരിയാണ്. നമുക്ക് സങ്കടപ്പാട്ടുകളുണ്ട്. അങ്ങനത്തെ ഒരു 4-5 ഒന്ന് ചേർത്ത് ഒന്ന് പാടാം. എനിക്ക് തോന്നുന്നു നേരത്തെ നിങ്ങൾ പാടിയതും ഞാൻ കേട്ടിരുന്നു. അങ്ങനെ ഒരു 4-5 അല്ല എനിക്ക് തോന്നുന്നു ബിബിൻ അങ്ങനത്തെ പാട്ടുകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരിക്കലേ അത് അടിക്കേണ്ടി ഇക്കയുടെ ഉള്ളിൽ ഒരു നന്മയുള്ള ആളില്ലേ, ഇക്കയുടെ ഉള്ളിൽ നന്മയുള്ള ആളില്ലേ, ഇക്കൊക്കെ ആഗ്രഹമില്ലേ ക്യാമറ. അത് പറഞ്ഞപ്പോ എനിക്ക് ആ കിരീടത്തിലെ പാട്ടൊന്നും കിരീടത്തിലെ പിടിക്കല്ല അല്ലേ. കണ്ണീർ പോയി. നമ്മുടെ ഗുണം എന്താ പറയാ, നമുക്ക് ഇതൊന്നും അറിയാൻ പാടില്ല എന്നുള്ള ധൈര്യമുണ്ട്. സത്യം അറിയാവുന്നവർക്ക് നമുക്ക് പേടിക്കേണ്ട കാര്യമുള്ളൂ. ഇത് പ്രമദാനം എടുക്കും. കിരീടത്തിലെ സോങ്. പിന്നെ ഗൗരവ സിനിമയിലെ ഒരു പാട്ടുണ്ട്, അത് എനിക്ക് ആ പാട്ട് മുത്തുമണി തൂവൽ തരാം. അങ്ങനത്തെ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. ആദ്യം അല്ല തുടക്കം വിടണ വരിയൊക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് ഈ പറഞ്ഞ പോലെ പെർഫെക്ഷൻ അല്ലല്ലോ ഇവിടെ നോക്കണ്ട. നമ്മളുടെ ചേട്ടൻ പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ പാടി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.